ഹലോ, വെൽക്കം ടീച്ചേഴ്സ് ക്ലബ് PSC. എല്ലാ പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കൾക്കും ഉദ്യോഗാർത്ഥികൾക്കും ടീച്ചേഴ്സ് ക്ലബ് PSC ഒരിക്കൽ കൂടി സ്വാഗതം. ഓക്കെ, എല്ലാവരും അറിഞ്ഞു കാണും EMRS സ്റ്റാഫ് സെലക്ഷൻ എക്സാംസ് ESSC 2025 ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിലേക്ക് TGT PGT വേക്കൻസീസ് വിളിച്ചിട്ടുണ്ട്. 7000 പരം വേക്കൻസീസ് ഉണ്ട്. അത് ടീച്ചിങ് ആൻഡ് നോൺ ടീച്ചിങ് ആയിട്ടാണ് കൺവേർട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പം അതിന്റെ ഓൺലൈൻ ആപ്ലിക്കേഷൻ അയക്കാനുള്ള ഡേറ്റ് 19 മുതൽ സ്റ്റാർട്ട് ചെയ്തു. ഈ സെപ്റ്റംബർ 19 മുതൽ നിങ്ങൾക്ക് ഒക്ടോബർ 23 വരെ അപ്ലൈ ചെയ്യാം. ഓക്കെ, ശ്രദ്ധിക്കേണ്ട കാര്യമില്ലല്ലോ, 50 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. ഇനി എന്തുകൊണ്ടാണ് ഞാൻ ഇത് അപ്ലൈ ചെയ്യണം എന്ന് നമ്മളോട് പറയുന്നത്? നമ്മൾ KVS-ലാണ് ക്ലാസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തത്. ഇനി നമ്മൾ ജസ്റ്റ് ഫോക്കസ് ഓൺ EMRS. എല്ലാവരും ഈ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടി വിളിച്ചിരിക്കുന്ന ഒരു പോസ്റ്റാണ്. ഓക്കെ, ഇതൊരു ബമ്പറാണ്. തീർച്ചയായിട്ടും നിങ്ങൾ അപ്ലൈ ചെയ്യണം. കാരണം ഇതിന്റെ ഫസ്റ്റ് സെഷനിലെ നിയമങ്ങളെല്ലാം മാറ്റി പുതിയ റെഗുലേഷൻസ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. റെഗുലേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുൻപ് പാസ് പെർ മിനിമം വേണമായിരുന്നു, ഇതിൽ മിനിമം വേണ്ട. ഓക്കെ, അത് എങ്ങനെയാണ് പാസ് പെർ മിനിമം എന്നുള്ള ഇംഗ്ലീഷ് ഹിന്ദി എന്നൊക്കെയുള്ള കാര്യം വരുമ്പോഴത്തേക്ക് എന്താണ് ആ ഒരു കാര്യങ്ങളൊക്കെയുള്ള ഞാൻ സെപ്പറേറ്റ് വീഡിയോ നിങ്ങളുടെ ടയർ 1 ടയർ 2 എക്സാം എന്ന് പറയുന്ന പ്രിലിംസ് പ്ലസ് മെയിൻ എന്ന് പറയുന്ന ആ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. എന്നാൽ ജസ്റ്റ് ഒന്ന് ഇവിടെ ഒന്ന് മെൻഷൻ ചെയ്ത് പോവാം. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പം TGT ആണെങ്കിൽ അതായത് നമ്മുടെ ലാംഗ്വേജ് പ്രൊഫഷൻസി ഇംഗ്ലീഷ്, ഹിന്ദി, പിന്നെ ഒരു റീജിയണൽ ലാംഗ്വേജ് ആണ്. ഈ റീജിയണൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം. 20 ലാംഗ്വേജ് ഉണ്ട്. മലയാളമോ ഹിന്ദിയോ ഇംഗ്ലീഷോ എന്ത് വേണമെങ്കിലും ഇവിടെ അങ്ങനെ പോകുന്ന 20ഓളം ലാംഗ്വേജ് റീജിയണൽ ലാംഗ്വേജ് ആയിട്ടുണ്ട്. അത് ഇഷ്ടമുള്ള സെലക്ട് ചെയ്യാം. അങ്ങനെ 3 ലാംഗ്വേജ് ഇംഗ്ലീഷ്, ഹിന്ദി, ബാക്കി റീജിയണൽ ലാംഗ്വേജ് മലയാളമോ ഹിന്ദിയോ ഇംഗ്ലീഷോ ഏത് വേണോ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഈ 3 ലാംഗ്വേജിനും കൂടി 3 കാര്യത്തിനും കൂടി മൊത്തം ഓരോന്നിനും 10 മാർക്ക് വെച്ച് 30 മാർക്കാണ്. ഈ 30 മാർക്കിൽ നിങ്ങൾ ജയിക്കാനായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ പേപ്പർ നോക്കണമെങ്കിൽ 12 മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്യണം. 12 മാർക്ക് സ്കോർ ചെയ്യണം. ആ 12 മാർക്ക് എന്ന് പറഞ്ഞാൽ ഒന്നിലും മിനിമം ഇല്ല. 3നും കൂടി 12 മാർക്ക് അഗ്രിഗേറ്റ് മാർക്കാണ്. 3നും കൂടി 12 മാർക്കാണ്. വളരെ സിമ്പിൾ ആണ് അത് സ്കോർ എടുക്കുക എന്ന് പറയുന്നത്. ഓക്കെ, ഇനി PGT-യുടെ കാര്യം പറയുമ്പോഴത്തേക്ക് നമുക്ക് റീജിയണൽ ലാംഗ്വേജിലല്ലോ ഇംഗ്ലീഷ് പ്ലസ് ഹിന്ദി മാത്രമാണുള്ളത്. ഓക്കെ, പാർട്ട് 6 ഇംഗ്ലീഷ് പ്ലസ് ഹിന്ദി മാത്രമാണുള്ളത്. അതിൽ നമുക്ക് 20 മാർക്കാണ്. 10 20 മാർക്കിനാണ്. ആ 20-ൽ നിങ്ങൾക്ക് 8 മാർക്ക് സ്കോർ ചെയ്താൽ മതി. അതും അഗ്രിഗേറ്റ് ആണ്. ഇംഗ്ലീഷിനും ഹിന്ദിക്കും കൂടെ ചേർത്തിട്ടാണ് ഈ 8 മാർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾ ഇംഗ്ലീഷിന് 10 വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ ഹിന്ദി നോക്കേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പം അഗ്രിഗേറ്റ് ആണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഈ ഹിന്ദി പ്രശ്നമാണ് എന്ന് പറഞ്ഞിരിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് ഒന്നുമല്ല ഹിന്ദി. ഓക്കെ, ഒന്നുമില്ല. ഇനി നമ്മുടെ ക്ലാസ്സിൽ എല്ലാം ഹിന്ദി ഇനി എഴുതണമോ, ഹിന്ദി ബുദ്ധിമുട്ടാണോ, അല്ലെങ്കിൽ ഹിന്ദിയുടെ എല്ലാ ക്ലാസ്സുകളും ലഭിക്കുന്നുണ്ട്. പിന്നെ ഈ എക്സാമിനെ സംബന്ധിച്ചിടത്തോളം അതർ ഹിന്ദി എന്ന് പറയുന്നത്, അതായത് നിങ്ങൾ സെൻട്രൽ ഗവൺമെന്റ് അല്ലേ ഹിന്ദി അറിഞ്ഞിരിക്കണം എന്നുള്ളത് നിർബന്ധം ഇതിലില്ല. ഇതില് എസെൻഷ്യൽ ലാംഗ്വേജ് അല്ല, എസെൻഷ്യൽ ഫ്ലുവൻസി അല്ല ഇവിടുത്തെ ഹിന്ദി എന്ന് പറയുന്നത്. ഡിസൈറബിൾ ക്വാളിഫിക്കേഷൻ മാത്രമാണ് ഹിന്ദി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നിങ്ങൾ തീർച്ചയായിട്ടും ഈ എക്സാംസ് എല്ലാവരും നമ്മുടെ ക്ലാസ്സുകളെ എല്ലാവരും TGT PGT-ക്ക് ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാവരും ഇത് അപ്ലൈ ചെയ്യണം. അതിന്റെ ഫീസും സ്ട്രക്ചറും കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതിലും റിഡക്ഷൻസ് ഗവൺമെന്റ് തന്നിട്ടുണ്ട്. വുമൺ സ്ത്രീകൾക്ക് എല്ലാവർക്കും, അത് ജനറൽ എന്നോ SC എന്നോ ST എന്നോ OBC എന്നോ ഇല്ല, സ്ത്രീകൾക്കുള്ള രജിസ്ട്രേഷൻ ഫീസ് മാത്രമേ ഉള്ളൂ. 500 രൂപയാണ്. ഓക്കെ, ഇനി ഇതിന് പഠിക്കുന്നത് ടയർ 1-ലേക്ക് വരുമ്പോൾ സിലബസ് സെപ്പറേറ്റ് ചെയ്തു തരും. എന്നാൽ ഒന്നും പറയുന്നത് ടയർ 1-ലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ജനറൽ സെക്ഷൻ മാത്രമേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ട് എഴുതിയെടുക്കാവുന്ന മെന്റലബിലിറ്റിയും കമ്പ്യൂട്ടറും ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡും പെഡഗോജിയും NEP-യും ഇത് മാത്രമാണ് നിങ്ങൾക്ക് ജനറൽ സെക്ഷനിൽ വരുന്നത്. അതിൽ തന്നെ ആ ജനറൽ സെക്ഷനിൽ തന്നെ ജനറൽ കാരെ സംബന്ധിച്ചിടത്തോളം, EWS കാരെ സംബന്ധിച്ചിടത്തോളം, OBC കാരെ സംബന്ധിച്ചിടത്തോളം 30% മാർക്ക്, 100-ൽ 30 മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്താൽ മതി. ടയർ 1 നിങ്ങൾ കിടക്കും. ഓക്കെ, ടയർ 1 എന്ന് പറയുന്നത് ജസ്റ്റ് എലിജിബിലിറ്റി എക്സാം ആണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ആ 30 മാർക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ ടയർ 2-ലേക്ക് വരാം. ടയർ 2-ൽ നിങ്ങൾക്ക് വരുന്നത് ഇതിന്റെ ഡീറ്റെയിൽ ഞാൻ മറ്റൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ നോക്കാൻ പ്രിലിംസ് ആൻഡ് മെയിൻ എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് ചെക്ക് ചെയ്ത് നോക്കാം നിങ്ങൾക്ക്. ഓക്കെ, ആ 30% മാർക്ക് വാങ്ങിയാൽ മതി ജനറൽകാർ. ഇനി SC ST ആണെങ്കിൽ അത് 25 ആണ്. 25 മാർക്ക് വാങ്ങിയാൽ ടയർ 1 കിടക്കാം, എലിജിബിൾ ആവും നിങ്ങൾ. ഇനി ടയർ 2-ലേക്ക് വരുമ്പോഴത്തേക്ക് നിങ്ങളുടെ സബ്ജക്റ്റ് ആണ്. സബ്ജക്റ്റിൽ ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാംസ് ഉണ്ട്, ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പും ഉണ്ട്. ഒബ്ജക്റ്റീവ് ടൈപ്പിലെ 40 ക്വസ്റ്റ്യൻസ് 40 മാർക്കിനും ബാക്കി ഒരു 15 ചോദ്യങ്ങൾ ഡിസ്ക്രിപ്റ്റീവ് ആണ്. 15 ചോദ്യത്തിന് × 4 മാർക്ക് = 60. അങ്ങനെ 60 + 40 100 മാർക്ക്. ഓക്കെ, ഈ 100 മാർക്കിൽ 100 വായിക്കാനായിട്ട് വളരെ സിമ്പിൾ ആയിട്ട് പറ്റും. കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബൈബിൾ എന്ന് പറയുന്നത് NCERT ടെക്സ്റ്റ് ആണ്. അതിന്റെ കട്ട് ആൻഡ് പേസ്റ്റ് ലൈൻ ബൈ ലൈൻ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. വളരെ സിമ്പിൾ. ഇനി ഡിസ്ക്രിപ്റ്റീവ് എങ്ങനെ എഴുതാം, എങ്ങനെ ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് ക്ലാസ് വരുമ്പോഴും വീഡിയോ ഒക്കെ ചെയ്ത് തരും. ഓക്കെ, അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള എക്സാംസ്. ഇനി ആ ലൈൻ ബൈ ലൈൻ നിങ്ങളിപ്പം ജനറൽ സെക്ഷനിൽ ഇന്ത്യൻ ഹിസ്റ്ററി പഠിച്ചാലും, ഇന്ത്യൻ ജിയോഗ്രഫി പഠിച്ചാലും, എക്കണോമിക്സ് പഠിച്ചാലും, പൊളിറ്റിക്സ് പഠിച്ചാലും, ആർട്സ് പഠിച്ചാലും, കൾച്ചർ പഠിച്ചാലും, കമ്പ്യൂട്ടർ പഠിച്ചാലും എല്ലാം ആധാരമാക്കുന്നത് NCERT ആണ്. അത് എങ്ങനെയാണ് NCERT ലൈൻ ബൈ ലൈൻ ക്വസ്റ്റ്യൻ ചോദിക്കുന്നുള്ള ഒരു വീഡിയോ നിങ്ങൾക്ക് ചെയ്തു തരുന്നുണ്ട്. അപ്പൊ അത്രയ്ക്കും വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാം ആണ്, നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. തീർച്ചയായിട്ടും നിങ്ങളത് അപ്ലൈ ചെയ്ത് പഠിച്ച് വളരെ വൃത്തിയായിട്ട് 1-2 മാസമായി നമുക്ക് പഠിക്കാം. അപ്പോഴേക്കും എക്സാം വരും. അതുകൊണ്ട് നമുക്ക് തീർക്കാൻ പറ്റും. വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും നമുക്ക്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് പഠിച്ച് എഴുതുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ 2026 ഏപ്രിൽ മെയ് മാസത്തോടുകൂടി ഏകദേശം എബോ ഒരു 2 ലാക്ക് സാലറി വാങ്ങിക്കുന്ന ഒരു പോസ്റ്റിലേക്ക് TGT PGT പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. ഇനിയുള്ള കാര്യം, ഇത് റെസിഡൻഷ്യൽ ആണ് എന്നുള്ളത്. എന്താ പ്രശ്നം റെസിഡൻഷ്യൽ ആയിട്ടുള്ളത് എന്നുള്ളത്? ഒരു ഇഷ്യൂസും ഇല്ല. നിങ്ങൾ ചെയ്യേണ്ട എത്രയേ ഉള്ളൂ, നിങ്ങൾ പഠിച്ചാൽ എക്സാംസ് എഴുതും. പിന്നെ അല്ലേ റെസിഡൻഷ്യൽ ആണോ അല്ലാതെ. നിങ്ങളിപ്പം EMRS നിങ്ങൾ പഠിച്ച് സെറ്റായി വരുന്ന സമയത്ത് KVS വിളിക്കും. അപ്പൊ KVS നിങ്ങൾക്ക് വലുതായിട്ടൊന്നും പഠിക്കേണ്ടതായിട്ട് കാണത്തില്ല. ഇതിന്റെ ഒരു റെപ്പറ്റേഷൻ മാത്രം ചെയ്താൽ മതിയാവും.
ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് തീർച്ചയായിട്ടും നമ്മളെല്ലാവരും അതായത് ക്വാളിഫൈഡ് ആയിട്ടുള്ള സബ്ജക്ട് കോമ്പിനേഷനുള്ള PGT ആണെങ്കിൽ 50% മാർക്കിന് മുകളിൽ PGക്ക് വാങ്ങിച്ചിട്ടുള്ള, TGT ആണെങ്കിലും നിങ്ങളുടെ ഡിഗ്രി കോഴ്സിന് 50% മുകളിൽ മാർക്ക് വാങ്ങിച്ചിട്ടുള്ള എല്ലാവർക്കും, TGT ആണെങ്കിൽ സീറ്റ് കൂടെ വേണം, എല്ലാവർക്കും ഇത് അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്യാമെന്നല്ല, തീർച്ചയായിട്ടും നിങ്ങൾ അപ്ലൈ ചെയ്യണം. അതുപോലെ തന്നെ ഈ സീറ്റ് ഇല്ലാത്തവർ വിഷമിക്കേണ്ട, നിങ്ങൾ ഈ തവണ ഒക്ടോബർ നമ്പറിൽ സീറ്റ് വരും. അത് തീർച്ചയായിട്ടും നിങ്ങൾ അറ്റൻഡ് ചെയ്യണം, എഴുതണം, പഠിക്കണം. എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി വരാൻ പോകുന്ന KVS ഉം NVS ഉം AES ഉം D++B ഒക്കെ TGTക്കും കൂടി അപ്ലൈ ചെയ്യാം. കാരണം TGT എന്ന് പറയുമ്പോൾ PGT-ക്കാളും പോസ്റ്റുകൾ കൂടുതലാണ്. എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഇപ്പം എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ PGT ഇംഗ്ലീഷിന് ഇവിടെ ടോട്ടലായിട്ട് 112 പോസ്റ്റാണുള്ളത്. അതേസമയം TGT-ലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ TGT-ലേക്ക് വന്നു കഴിയുമ്പോൾ അവിടെ 395 പോസ്റ്റിലേക്കാണ് വരുന്നത്. അപ്പൊ അത്ര ഒരു വേരിയേഷൻസ്, വ്യത്യാസം വരും. ഇപ്പൊ എക്സാമ്പിൾ കമ്പ്യൂട്ടർ സയൻസ് 550 പോസ്റ്റാണ് TGT-ക്ക് ഉള്ളത്. പക്ഷെ അത് ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഇവിടെ നോക്കുമ്പോഴത്തേക്ക് അത്രയും പോസ്റ്റ് ഇല്ല. കമ്പ്യൂട്ടർ സയൻസിലേക്ക് വരുമ്പോൾ 154 പോസ്റ്റേ ഉള്ളൂ. ഓക്കെ, അപ്പൊ TGT ഒരു ഹൈ എൻഡ് ഓപ്പർച്യൂണിറ്റീസ് ആണ്. ഇനി കമ്പ്യൂട്ടർ സയൻസ് ഉള്ളവര്, ഓക്കെ, കമ്പ്യൂട്ടർ സയൻസ് ഡിഗ്രിയോ PG ഉള്ളവർക്ക് B.Ed വേണ്ട. ഈ എക്സാം എഴുതുന്നതിന് B.Ed വേണ്ട, നിങ്ങൾക്ക് അതിന്റെ PGയോ ഡിഗ്രിയോ മാത്രം മതി. ഓക്കെ, കമ്പ്യൂട്ടർ പഠിച്ചവരെ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. PGയോ ഡിഗ്രിയോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും അപ്ലൈ ചെയ്യണം. ഓക്കെ, നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പോസ്റ്റാണ്, തീർച്ചയായിട്ടും നിങ്ങൾ അപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയാനുള്ളത്. അപ്പൊ ഹിന്ദിയെ കുറിച്ച് ഒന്നും നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമില്ല. ഓക്കെ, അതൊക്കെ വെറുതെ നിങ്ങളോട് ഓരോരുത്തരും പടച്ചുവിടുന്ന, അടിച്ചുവിടുന്ന വെറും ന്യായങ്ങൾ മാത്രമാണ്. പിന്നെ ഈ പറയുന്നവരൊക്കെ ഇത് എഴുതിയെടുത്തവരാണോ, ഇത് എഴുതാൻ പോയവരാണോ, ഇതിനെപ്പറ്റി അറിയാവുന്നവരാണോ ഒന്ന് ചിന്തിച്ചാൽ മാത്രം മതി. ഓക്കെ, അപ്പൊ നിങ്ങൾ ജസ്റ്റ് പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാൻ പോകുമ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യുക, പഠിക്കുക. നിങ്ങൾ മറ്റുള്ള അഭിപ്രായം കേൾക്കാൻ പോകുന്നതിനാണ്. നിങ്ങൾക്ക് ജോലി വേണമെങ്കിൽ നിങ്ങൾ പഠിക്കുക. അതിനുള്ള സാധ്യതകളെല്ലാം ഗവൺമെന്റ് നിങ്ങൾക്ക് തരുന്നുണ്ട്. ഓക്കെ, ഫീസിന്റെ റിസർവേഷനും, മാർക്കിന്റെ റിസർവേഷനും, ഏജിന്റെ റിസർവേഷനും എല്ലാം നിങ്ങൾക്ക് തരുന്നുണ്ട്, പ്രത്യേകിച്ച് ഗേൾസിന്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കണം. ഓക്കെ, ഇനി അപ്ലൈ ചെയ്തിട്ട് പഠിക്കുവാൻ കുറച്ചുകൂടി എഫക്റ്റീവായിട്ട് പഠിക്കുവാൻ താല്പര്യപ്പെടുകയാണെങ്കിൽ താല്പര്യമുള്ളവർക്ക് നമ്മൾ കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എല്ലാത്തിന്റെയും KVS-ന്റെയും MRS-ന്റെയും NVS-ന്റെയും AES-ന്റെയും D++B-യുടെയും CTET-ന്റെയും LPUP-യുടെ ഒക്കെ കോച്ചിങ് അവൈലബിൾ ആണ്. ഇതിന്റെ അഡ്മിഷൻസ് നടന്നുകൊണ്ടിരിക്കുന്നു. അത് അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും ഈ നമ്പറിൽ 7736 75 047 നമ്പറിൽ നിങ്ങൾക്ക് വാട്സ്ആപ്പ് മെസ്സേജിലൂടെയോ അല്ലെങ്കിൽ വിളിച്ചോ, അല്ലെങ്കിൽ വീഡിയോ താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്കിലോ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അതിനെപ്പറ്റി അന്വേഷിക്കാവുന്നതാണ്. വളരെ ലഘുവായിട്ടുള്ള ഫീസിൽ നിങ്ങൾക്ക് വളരെ വൃത്തിയായിട്ട് പഠിച്ച് ഈ എക്സാം നിങ്ങൾ പഠിച്ചിരിക്കണം. ജോയിൻ ചെയ്താലും ഇല്ലെങ്കിലും നിങ്ങൾ പഠിച്ചിരിക്കണം, ഇത് അപ്ലൈ ചെയ്തിരിക്കണം, ഈ പരീക്ഷ എഴുതിയിരിക്കണം, ഇത് ക്രാക്ക് ചെയ്തിരിക്കണം മസ്റ്റ് ആയിട്ട്. ഒരു എക്സാം കൂടെ ഞാൻ പറഞ്ഞുതരാം. നമ്മളിപ്പോൾ ഇവിടെ അഡ്മിഷൻ എടുത്തവർ അല്ലെങ്കിൽ എൻക്വയറി വരുന്നവർ തന്നെ ഇപ്പൊ PGT എക്കണോമിക്സ് 3-4 പേരേ ഉള്ളൂ. എൻക്വയറീസ് ഇഷ്ടം പോലെ വരുന്നുണ്ട്, ആയിരക്കണക്കിന് എൻക്വയറീസ് ഉണ്ട്. പക്ഷേ അവരാരും മിക്കവരും അവർ പറയുന്ന സബ്ജക്ട് കോമ്പിനേഷനിൽ ക്വാളിഫൈഡ് അല്ല, അങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, അപ്പം അങ്ങനെ ആ സബ്ജക്ട് കോമ്പിനേഷൻ ഉള്ളവർ, അപ്ലൈ ചെയ്യാൻ പറ്റുന്നവർ തീർച്ചയായിട്ടും ഇത് അപ്ലൈ ചെയ്യുക. ഇവിടെ ക്ലാസ് ലൈവ് പ്ലസ് റെക്കോർഡ് ക്ലാസ് ആണ്. വൃത്തിയായിട്ടുള്ള NCERT CBSE ബേസ്ഡ് നോട്ട്സും ഏകദേശം 20,000-ഓളം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആൻഡ് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് തരും. അത്രത്തോളം തന്നെ മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾക്ക് തരും. അത് മാത്രം നിങ്ങൾ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ഷുവർ ആയിട്ട് 1 റാങ്കോട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ട്രാക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ അപ്ലൈ ചെയ്തിരിക്കണം. എല്ലാവരും ഈ ക്വാളിഫൈഡ് ആയിട്ടുള്ള എല്ലാവരും തന്നെ ഇത് ദയവായിട്ട് അപ്ലൈ ചെയ്യണം. അപ്ലൈ ചെയ്താൽ മാത്രം പോരാ, ഇതിന് പഠിക്കണം. നിങ്ങൾ ഒരു 3 മാസം 4 മാസം കൊണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, 3-4 മാസം കൊണ്ട് നിങ്ങൾക്ക് ഈ 2 ലക്ഷത്തിന് പുറത്തുള്ള ഒരു ഗവൺമെന്റ് പെർമനന്റ് ടീച്ചർ പോസ്റ്റിലേക്ക്, നിങ്ങളുടെ പാഷനിലേക്ക് എത്തിച്ചേരുവാൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കഴിയും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. നിങ്ങൾ ആരുടെ വാക്കും കേൾക്കണ്ട. ഹിന്ദിയുണ്ട്, ഇംഗ്ലീഷുണ്ട്, അതാണ് ഇതാണ് മറ്റതാണ് മറിച്ചാണ് നിങ്ങളെ പറഞ്ഞ് പിന്തിരിപ്പിക്കാനായിട്ട് ഒത്തിരി പേര് കാണും. ആരെങ്കിലും ഒരു അവസരം കണ്ടെത്തി തരാനായിട്ട്, ഒരു ജോലി തരാനായിട്ട് ഉണ്ടോ? ഈ പറയുന്നവരുണ്ടോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഓക്കെ, അത്രമാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതി. ഓക്കെ, അപ്പൊ നിങ്ങളോട് ഇന്ന എക്സാം പോയി എഴുതടി, ഇന്ന എക്സാം അപ്ലൈ ചെയ്യടി, ഇന്നത് പഠിക്കടി എന്ന് പറയാൻ ഒരുത്തി ഉണ്ടാകത്തില്ല, അങ്ങനെ ചെയ്യത്തുമില്ല. നിങ്ങൾ അത് എഴുതല്ലേ, അത് അങ്ങനെയാണ്, അത് ഇങ്ങനെയാണ്, അത് ടഫാണ്, അത് ഈസിയാണ്, അത് ഹിന്ദിയാണ്, അത് ഇംഗ്ലീഷാണ്, തമിഴാണ്, ഇങ്ങനെയൊക്കെ ന്യായവാദങ്ങൾ, മുട്ടാപ്പോക്ക് ന്യായങ്ങൾ പറഞ്ഞ് നിങ്ങളെ പിന്തിരിപ്പിക്കാൻ മാത്രമേ നിങ്ങളോടൊപ്പം ഉള്ളവർ ഉണ്ടാകത്തുള്ളൂ. ഒരിക്കലും നിങ്ങൾ എൻകറേജ് ചെയ്യാനോ മോട്ടിവേറ്റ് ചെയ്യിപ്പിക്കാനോ ആരും വരത്തില്ല. ഇത് എഴുത് എന്ന് പറയുവാൻ എത്ര പേര് വരും എന്ന് മാത്രം ചിന്തിച്ചാൽ മതി. അത് ഞാൻ പറയും, നിങ്ങളുള്ള അസൂയുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾ പഠിച്ചൊരു ജോലി കിട്ടിപ്പോയാലോ, അല്ലേ? പഠിച്ച് ഇത്രയും സാലറി വാങ്ങിക്കുന്ന നല്ലൊരു സെൻട്രൽ ഗവൺമെന്റ് ജോലി കിട്ടിപ്പോയാൽ എന്ത് ചെയ്യും? തീർച്ചയായിട്ടും അതൊക്കെ തന്നെയാണ്. അപ്പൊ നിങ്ങൾ ആരുടെ വാക്കും കേൾക്കേണ്ട. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള, നിങ്ങളുടെ യുവർ സെൽഫ് ആയിട്ടുള്ള വാക്കുകൾ കേട്ട് നിങ്ങളുടെ കഴിവ് നിങ്ങൾക്കറിയാം. ആ കഴിവ് നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ സിലബസ് പഠിക്കാനുള്ള, ജസ്റ്റ് NCERT സിലബസ് പഠിക്കാനുള്ള, നിങ്ങളുടെ സബ്ജക്ട് സിമ്പിൾ ആയിട്ട് പഠിക്കാനുള്ള, കുറച്ച് ജനറൽ നോളജ് പഠിക്കാനുള്ള, കുറച്ച് കറന്റ് അഫയേഴ്സ് പഠിക്കാനുള്ള, കുറച്ച് കമ്പ്യൂട്ടർ പഠിക്കാനുള്ള, കുറച്ച് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് പഠിക്കാനുള്ള, കുറച്ച് പെഡഗോജി പഠിക്കാനുള്ള കപ്പാസിറ്റി, കഴിവ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യണം. നമ്മുടെ കുട്ടികളെ എല്ലാവരും, നമ്മുടെ ക്ലാസ്സുകൾ എല്ലാവരും അപ്ലൈ ചെയ്യണം. അപ്ലൈ ചെയ്യേണ്ട ഡീറ്റെയിൽസും കാര്യങ്ങളും എങ്ങനെയാണെന്നുള്ള എല്ലാം വീഡിയോ സെപ്പറേറ്റ് ചെയ്ത് നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ, ഇതിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ മുകളിൽ അഡ്മിഷന്റെ നമ്പർ തന്നെ, ഈ നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ച് അന്വേഷിക്കാവുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അതിന് അപ്ലൈ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ, എന്തെങ്കിലും ഇഷ്യൂസ് ഉള്ളവരൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്നും അപ്ലൈ ചെയ്യാനുള്ള സംവിധാനങ്ങൾ ചെയ്തു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളോട് പറയാനുള്ളത്. ലാസ്റ്റ് ഒരിക്കൽ കൂടി പറയുന്നു, തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഇത് ക്വാളിഫൈഡ് ആയിട്ടുള്ള എല്ലാവരും ഇത് അപ്ലൈ ചെയ്തിരിക്കണം. 2025 EMRS ഏകലവ്യ മോഡൽ റിസർച്ച് സ്കൂൾ എന്ന് പറയുന്ന ഈ TGT PGT നോൺ ടീച്ചിങ് പോസ്റ്റുകളിലേക്ക് വേണ്ടിയിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്തിരിക്കണം.
ഓക്കെ, കിട്ടാൻ 101%, 100%അല്ല 101% ഉറപ്പുള്ള, അതായത് എത്രയും പെട്ടെന്ന് നമ്മൾ കണ്ണടച്ച് തുറക്കുന്ന സമയത്തിൽ ഒരു സെൻട്രൽ ഗവൺമെന്റ് ഉദ്യോഗം, ഒരു ടീച്ചർ പാഷൻ, ടീച്ചിങ് എന്ന് പറയുന്ന പാഷൻ, ടീച്ചർ ജോബ് നിങ്ങളുടെ കയ്യിലേക്ക് വരാനുള്ള ഒരു നല്ല ഒരു ഓഫർ ആണ് ഗവൺമെന്റ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. ആ അവസരം നിങ്ങൾ തീർച്ചയായിട്ടും മുതലാക്കണം, നഷ്ടപ്പെടുത്തരുത്. ഇത്രയും കാര്യമാണ് നിങ്ങളോട് പറയാനുള്ളത്. ക്ലാസ് അവൈലബിൾ ആവണം എന്ന ആഗ്രഹമുള്ളവർ, ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യണം എന്ന ആഗ്രഹമുള്ളവർക്ക് ഈ നമ്പറിലേക്ക് വിളിക്കാവുന്നതാണ്, അല്ലെങ്കിൽ മെസ്സേജ് അയക്കാവുന്നതാണ്, അല്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, എനിവേ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. വന്ദേ മാതരം. ജയ് ഹിന്ദ്.